सेठू साहिब नहीं चबादे सेठू साहिब नहीं चबादे सेठू साहिब नहीं चबादे मुन्नोट निल्को उरच्चु निल्को आदर्शत्तिल उरच्चु निल्को മുന്നോട്ടങ്ങിന മുന്നോട്ടേ ധൈര്യം ധൈര്യം മുന്നോട്ടേ അയ്യന്നലിനെ ഉച്ചുകൊടുത്തു അയ്യന്നലിനെ ഉച്ചുകൊടുത്തു ഈ പ്രസ്ഥാനത്തെ തകർക്കാൻ സാധാരണക്കാരായ ഒരു പ്രവർത്തകനും അനുവദിക്കില്ല എന്ന് പ്രസ്താവിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ ജാഥ നടത്താൻ മുന്നോട്ട് വന്ന ടൗൺ NYL സെക്രട്ടറി സിദ്ദീഖ് ചേരക്കയ്യെ ആദ്യമായി ഈ യോഗത്തിലേക്ക് അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ മഹാനായ സെഠു സാഹിബിനെ പടിക്ക് പുറത്തെറിഞ്ഞ മുസ്ലിം ലീഗിനോട് പ്രതിഷേധിച്ചാണ് ബഹുമാനപ്പെട്ട മെഹബൂബ് ഇബ്രാഹിം സുലൈമാൻ സേട്ട് ആദർശ പ്രസ്ഥാനം പടുത്തുയർത്തിയത്. ആ ആദർശ പ്രസ്ഥാനം 17 വർഷക്കാലം ഇടതുപക്ഷത്തോടൊപ്പം ചേർന്നപ്പോൾ ആ പ്രസ്ഥാനത്തിന് പ്രൗഢിയും പ്രതാപമുണ്ടായിരുന്നു. പക്ഷേ 17 വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യൻ നാഷണൽ ലീഗിന് CPM-ൽ നിന്ന് അവഗണന കിട്ടിയതെങ്കിൽ ഒരു 3 മാസത്തെ പരിചയം കൊണ്ട് തന്നെ മുസ്ലിം ലീഗിൽ നിന്ന് അവഗണന നമുക്ക് കിട്ടുകയുണ്ടായി. നമുക്കറിയാം, തിരൂരങ്ങാടിയിൽ സലാമിന് പ്രഖ്യാപിച്ച സീറ്റിന് വേണ്ടിയാണ് പാർട്ടിയെ സലാം ഒറ്റി കൊടുത്തിരിക്കുന്നത്. സെഠു സാഹിബിന്റെ ആദർശം ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോട്ടുള്ള ജനങ്ങൾ ഒറ്റയടിക്ക് ജീവിതത്തിൽ പകർത്തിയപ്പോൾ ലെവലേഷൻ പോലും ആദർശം പകർത്താൻ പറ്റാത്തൊരു നേതാവായിരുന്നു സിറാജ് സേഠ്. ആ സിറാജ് സേഠിനെയും PMS സലാമിനെയും പുറത്താക്കിയ നടപടി ആദ്യം ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, കാസർകോട്ടെ നേതാക്കന്മാരെ തോളിലേറ്റി നമ്മൾ ഒരുപാട് ചിന്താബാധ വിളിച്ചിട്ടുണ്ട്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് പാർട്ടിയെ തുച്ഛമായ അധികാര പദവിക്ക് വേണ്ടി വലിച്ചെറിഞ്ഞ ഇവിടുത്തെ നേതാക്കന്മാരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ കണ്ടുകൊണ്ടല്ല പാർട്ടിയിൽ ഞങ്ങൾ വന്നിരിക്കുന്നത്. ഞങ്ങൾ ബഹുമാനപ്പെട്ട മെഹബൂബ് ഇബ്രാഹിം സുലൈമാൻ സേഠിന്റെ ആദർശം പകർത്തി വന്നവരാണ്. കേവലം അധികാര പദവിക്ക് വേണ്ടി വലിച്ചെറിയാനുള്ളതല്ല ഞങ്ങളുടെ ആദർശം. മരണം വരെ ജീവൻ കൊടുത്തും സെഠു സാഹിബിന്റെ ആദർശം പകർത്തി ഞങ്ങൾ ഈ പ്രസ്ഥാനവുമായി മുന്നോട്ട് പോകുമെന്ന് യോഗത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ നമുക്കറിയാം, ഡൽഹിയിൽ നിന്ന് ഞാൻ ആരംഭിച്ച ജനകേരള യാത്ര മഹാരാഷ്ട്രയുടെ തെരുവോരങ്ങളിലൂടെ ഞാൻ വന്നപ്പോൾ അവിടെ ശിവസേനയുടെ പ്രവർത്തകരുണ്ടായിരുന്നു. ബാൽതേക്കറെ നയിക്കുന്ന ശിവസേനയുടെ പ്രവർത്തകർ ഞങ്ങളെ കല്ലെറിഞ്ഞിരുന്നില്ല. പച്ചപ്പതാകയും ഏന്തിയായിരുന്നു ഞങ്ങൾ അന്ന് വന്നത്. കർണാടകയിലൂടെ ഞങ്ങൾ ജാഥ നയിച്ചപ്പോൾ അവിടെയും പച്ചപ്പതാക ഏന്തിയായിരുന്നു ഞങ്ങൾ വന്നത്. അവിടെ യെഡിയൂരപ്പയുടെയും തൊഗാഡിയുടെയും BJP പ്രവർത്തകർ ഉണ്ടായിരുന്നിട്ടും അവരും ഞങ്ങളെ കല്ലെറിഞ്ഞില്ല. പക്ഷേ ഇങ്ങ് കേരളത്തിലേക്ക് എത്തിയപ്പോൾ സയ്യിദ്ന പാണക്കാട് മുഹമ്മദ് ഷിഹാബിനി തങ്ങൾ നയിക്കുന്ന മുസ്ലിം ചെറുപ്പക്കാരായ മുസ്ലിം ലീഗുകാർ ഹരിത പതാക ഏന്തി വന്ന ഞങ്ങളെ കല്ലെറിഞ്ഞ് ആക്രമിച്ച് ഞങ്ങളെ ഒരുപാട് ഉപദ്രവിക്കുക ചെയ്തു എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിന്ന സിറാജ് സേഠിന്റെ മുഖം എനിക്കിപ്പോൾ ഓർമ്മ വരികയാണ്. പക്ഷേ അതെല്ലാം കാപ്പട്യമായിരുന്നു. തികച്ചും അലങ്കാര പദവിക്ക് വേണ്ടി പാർട്ടിയെ അടയറി വെച്ച ആ സിറാജ് സേഠിനോട് കാലം ഒരിക്കലും മാപ്പ് തരില്ല എന്ന് ഈ യോഗത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു സൂചന കൂടിയാണ് ഈ ഇന്ന് നടന്ന ഈ പ്രതിഷേധ പ്രകടനമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യം